MX Wedding Center, Valancheri, Pattambi, Kootanad, Koppam and Kecheri. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വാടാനം കുറിശി അശ്വതി പാടശേഖരത്തിൽ ഇറങ്ങിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് തുടങ്ങി. മുഹമ്മദ് മൂസിൻ MLA കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ അശ്വതി പാടശേഖരത്തിലെ 40 ഏക്കർ സ്ഥലത്താണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെയും കിസാൻ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നെൽകൃഷി ഇറക്കിയത്. കൃഷിയിലെ വിളവെടുപ്പ് ആരംഭിച്ചു. മുഹമ്മദ് മൂസിൻ MLA വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷി ചെയ്ത് കണക്കുകൾ നോക്കുമ്പോൾ ചെറിയ ലാഭമൊക്കെയാണെന്ന് ചിലരൊക്കെ ഇപ്പൊ പറയാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ ലാഭം സാധാരണ മറ്റുള്ള അധ്വാനത്തിന്റെ ഇതൊന്ന് വെച്ച് നോക്കുമ്പോൾ അത്ര ലാഭമല്ല. കാരണം നമ്മളെ അധ്വാനത്തെ നമ്മൾ കണക്കാക്കുന്നില്ല. പുറത്ത് എവിടെങ്കിലും ജോലി ചെയ്യുമ്പോഴുള്ള അധ്വാനം പോലെ നമ്മൾ കണക്കാക്കാത്തത് കൊണ്ട് ആണ് ചിലപ്പോ നമ്മൾ ഇറക്കിയ മുതലിനേക്കാളും കുറച്ച് കൂടുതൽ കിട്ടും. അതൊരു ലാഭമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് ഇറക്കിയ മുതലിനേക്കാളും ഒരുപാട് അധികം കിട്ടുമ്പോഴാണ് ലാഭം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ അധ്വാനം കൂടി ചേരുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വരുമാനമല്ല. പക്ഷേ ഇതൊരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ്. ഒരു നാടിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ അതിർത്തി കാക്കുന്ന പിന്നെ നമ്മുടെ സൈനികർ ചെയ്യുന്നത് പോലെ തന്നെ നാട്ടിൽ ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിന് കർഷകർ ചെയ്യുന്ന പ്രവർത്തനം ചെറുതല്ല. നമ്മുടെ കേരളത്തില് നമുക്കറിയാം കാലാവസ്ഥ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോ നമുക്ക് കാർഷിക മേഖലയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നെല്ലുൽപാദനം 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി ഉൽപാദനം 2016 എനിക്ക് ഓർമ്മയുണ്ട് 6 ലക്ഷം മെട്രിക് ടണ്ണാണ് പച്ചക്കറി ഉൽപാദനം ഉണ്ടായിരുന്നത്. ഇന്ന് അത് 18 ലക്ഷം മെട്രിക് ടണ്ണായിട്ട് ഉയർന്നിട്ടുണ്ട്. അങ്ങനെ 2 ഇരട്ടിയും 3 ഇരട്ടിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കർഷക തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആണെങ്കിലും കൃഷിയുടെ സ്ഥലത്തിന് റോയൽറ്റി ആണെങ്കിലും ഏർപ്പെടുത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത്, പ്രസന്ന, കൃഷി ഓഫീസർ ഹൃദയകൃഷ്ണ, KSS ജില്ലാ പ്രസിഡന്റ് അലവി ഗുരിക്കൽ, സോജ, മറ്റു ജനപ്രതിനിധികൾ, ബന്ധപ്പെട്ട ഭാരവാഹികൾ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.